നമസ്കാരം. തോൽവിയിൽ വിഷമിച്ചിരിക്കുന്ന സഖാക്കൾ കേൾക്കാൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ കേൾക്കണം. വിഷമിച്ചിരിക്കുമ്പോൾ പലപ്പോഴും വാക്കുകൾ അതിന് ഒരു പരിഹാരമാകില്ലെന്നറിയാം, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ആ മുറിവ് ഉണക്കാൻ പറ്റില്ലെന്നറിയാം. എന്നിരുന്നാലും നിങ്ങളെ സമാധാനപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് കൂടി ഉള്ളതാണല്ലോ. കാര്യം നിങ്ങളാണല്ലോ ഈ സംഘടനയുടെ നാഡീഞരമ്പുകൾ. നിങ്ങൾ തളർന്നു പോകുന്നത് വ്യക്തികളല്ല, ഒരു സംഘടനയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ തോൽവിയെ സംബന്ധിച്ച് ഡോക്ടർ ജോ ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോ ജോസഫ് തൃക്കാക്കരയിൽ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി. യഥാർത്ഥ തോൽവി നേരിട്ടറിഞ്ഞൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പുണ്ട്, നിങ്ങളത് കേൾക്കണം. തളർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ തിരിച്ചടി ഏറ്റവരുടെ വാക്കുകൾ നമുക്കൊരു ഊർജം നൽകും. അതുകൊണ്ടാണ് നിങ്ങളതെ ഈ വാക്ക് കേൾപ്പിക്കുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറച്ചു മുന്നേ കുറിച്ചൊരു പോസ്റ്റാണ്. അതിങ്ങനെയാണ്: നമ്മുടെ മുമ്പേ നടന്ന സഖാക്കൾ പോരാട്ടങ്ങളിലെ തോൽവികളിൽ മനം മടുത്തിരുന്നെങ്കിൽ ഈ തോൽവി കാണാനെങ്കിലും നാം ഉണ്ടാകുമായിരുന്നു. പോരാട്ടം തുടരാം, ജനമനസ്സിലേക്ക് ഇനിയും പടരാം. അന്തിമ ജയം നമുക്കായിരിക്കും. കാരണം നമ്മുടെ ആശയധാരയ്ക്ക് മനുഷ്യരുള്ളിടത്തോളം കാലം പ്രസക്തിയുണ്ട്. അസമത്വമുള്ളിടത്തോളം കാലം നമ്മുടെ പോരാട്ടത്തിന് കളമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉള്ളിടത്തോളം കാലം അവരെ ചേർത്തു പിടിക്കാൻ നമ്മുടെ കൈകൾ വേണം. മനുഷ്യരെ ജാതിയും മതവും വർഗവും പറഞ്ഞ് വെവ്വേറെ കളങ്ങളിൽ വേർതിരിച്ചു നിർത്താൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഒരുമിപ്പിക്കാൻ കൂടുതൽ അവസരങ്ങളുണ്ട്. സമത്വസുന്ദരമായ ഒരു ഭാവിയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഈ യാത്രയിൽ തോൽവികൾ നമുക്ക് മാർഗ തടസ്സമാകരുത്. ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മൾ നടത്തി വരുന്ന വികസന നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്നും മനം മടുത്ത് പിന്നോട്ട് പോവുകയും വരുത്. എങ്കിലും ഈ യാത്രയിൽ ഉണ്ടാകുന്ന കൊഴിഞ്ഞുപോക്കുകൾ എന്തുകൊണ്ടെന്ന് നാം പഠിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് സ്വയം ഉറക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഒന്നും ഈ തോൽവി നമ്മളെ പഠിപ്പിക്കുന്നില്ല. ജനാധിപത്യം പുലരട്ടെ, വർഗീയത തുലയട്ടെ, സോഷ്യലിസം പടരട്ടെ, കമ്മ്യൂണിസം ജയിക്കട്ടെ, നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ. എത്ര മികച്ച വാക്കുകളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതെ, നമുക്ക് പിന്നോട്ട് പോകാനാകില്ല. നമ്മൾ നടന്നു തുടങ്ങിയ വഴി അങ്ങനത്തെ ഒരു വഴിയാണ്. ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ നമ്മളില്ലെങ്കിൽ പരസ്പരം അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലഹിക്കുന്നത് കാണേണ്ടി വരും. അധികാരത്തിനു വേണ്ടി നമ്മൾ ചെയ്ത സൽപ്രവർത്തികളെ വർഗീയത കൊണ്ട് മൂടി അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ തീർന്നു പോയെന്നോ തകർന്നു പോയെന്നോ അല്ല അർത്ഥം. ഈ ആശയത്തിന് മരണമില്ല. ആ ആശയം മനുഷ്യൻ്റെ ആശയമാണ്, മനുഷ്യ ജീവനുകൾക്കിടയിലെ ആശയമാണ്. അത് വ്യക്തികളല്ല. അങ്ങനെ ഒരു ആശയം ഈ നാട്ടിലെ ജനങ്ങളെ പല കള്ളികളിലായി നിർത്തി തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ എല്ലാ കാലത്തും സൂര്യപ്രഭയോടുകൂടി ഉദിച്ചുയർന്നു തന്നെ നിൽക്കും. അതുകൊണ്ട് തളരരുത്. അത് തോറ്റൊരു വ്യക്തിയുടെ വാക്കുകളാണ്. എന്നാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വലിയ വിജയങ്ങൾ എത്തിപ്പിടിച്ച വ്യക്തി ജനങ്ങൾക്കിടയിലെ ജനഹിതത്തിൽ തോറ്റുപോയിട്ടുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ആശയത്തിൽ നിന്നും പിന്നോട്ടല്ല, ഇപ്പോഴും ഉറച്ചു മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഉശിരല്ലേ. അതുകൊണ്ട് എണീറ്റ് വരൂ സഖാക്കളെ.